35 ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓൺലൈൻ പഠന സഹായിയാണ് മലയാളികൾ ഡെവലപ്പ് ചെയ്തെടുത്ത എൻട്രി ആപ്പ്. PSCയിൽ ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും LP, UP, LDC, ബാങ്കിംഗ്, SSC, RRB, സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ ആപ്പ് വഴി വീഡിയോ ക്ലാസുകളിലൂടെയും ടെസ്റ്റുകളിലൂടെയും പരിശീലിക്കാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും എൻട്രി ആപ്പ് തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരള പോലീസിലേക്ക് നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്. കേരള പോലീസിന്റെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. സാധാരണ കേരള പോലീസിലേക്ക് നടത്തുവാനുള്ള റിക്രൂട്ട്മെന്റുകളിൽ ഉണ്ടാവാറുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഈ ഒരു ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഒരു സാധാരണ മെഡിക്കൽ ടെസ്റ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള പോലീസിന്റെ സയന്റിഫിക് വിങ്ങായ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. NIA, CBI പോലെയുള്ള കേന്ദ്ര സേനകളെയും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാന പോലീസ് സേനകളെയും സഹായിച്ചു വരുന്നൊരു സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. ഇതാണ് കേരള PSC ഒക്ടോബർ 30 പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കേരള പോലീസിന്റെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്നൊരു പോസ്റ്റിലേക്കാണ് നിയമനം നടത്തുവാൻ പോകുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 139/2020 ആണ്. 30,700 രൂപ മുതൽ 65,400 രൂപ വരെയുള്ള വളരെ മികച്ചൊരു സാലറി തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ പോസ്റ്റിന് ലഭിക്കുക. ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഫിംഗർ പ്രിന്റ് സെർച്ചർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല SC, ST, OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻസ് ലഭിക്കുമെന്നും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ നൽകിയിട്ടുണ്ട്. സാധാരണ കേരള പോലീസിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെന്റുകളിൽ ഫിസിക്കൽ ടെസ്റ്റിന് പ്രാധാന്യം നൽകാറുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കേരള പോലീസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താറ്. എന്നാൽ ഈ ഒരു ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് സെർച്ചർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല, പകരം ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് വിഷനെ കുറിച്ചുള്ള, അതായത് കാഴ്ചശക്തിയെക്കുറിച്ചുള്ള ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് വേണ്ടത്. അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത റാങ്കുള്ള മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയായിരിക്കണം അത് എന്ന് ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന് പകരം ഇവിടെ അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നത് നിങ്ങളുടെ കാഴ്ചശക്തിക്കാണ് അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ കാഴ്ചശക്തിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാഴ്ചശക്തി ഉണ്ടോ എന്നുള്ളതാണ് അവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തേണ്ടുള്ളത്. അപ്പോൾ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടി വരിക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാഴ്ചശക്തിയുള്ള ആളുകൾക്ക് തീർച്ചയായും അപേക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ നിങ്ങളൊരു മെഡിക്കൽ ഓഫീസറിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടി വരും. അത് സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ് ഇത് ആവശ്യം. എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. ഡിസ്റ്റന്റ് വിഷൻ അതുപോലെ തന്നെ നിയർ വിഷൻ എന്നീ 2 മേഖലകളായി തിരിച്ച് വലത് കണ്ണിന്റെയും ഇടത് കണ്ണിന്റെയും കാഴ്ചശക്തി എത്രത്തോളം വേണമെന്ന് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 6/6 സ്നെല്ലൻ അതോടെ തന്നെ 0.5 സ്നെല്ലൻ എന്നീ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ണട ഇല്ലാതെ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വാങ്ങി വെക്കേണ്ട ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോമും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഒപ്പം നൽകിയിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ കേരള PSC വഴിയാണ് നിയമനം. കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയ ആളുകൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ഈ ഒരു കാറ്റഗറി നമ്പർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് BSc ഡിഗ്രിയാണ്. അതായത് കെമിസ്ട്രിയിലോ ഫിസിക്സിലോ നിങ്ങൾ BSc ഡിഗ്രി പാസ്സായ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിംഗർ പ്രിന്റ് സെർച്ചർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ BSc കെമിസ്ട്രിയോ അല്ലെങ്കിൽ BSc ഫിസിക്സോ പാസ്സായ എല്ലാ ആളുകളും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഒരു വേക്കൻസിയാണ് നിലവിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒഴിവാക്കി കളയരുത്. മാത്രമല്ല നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അതായത് BSc കെമിസ്ട്രി അതുപോലെ തന്നെ BSc ഫിസിക്സ് പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ കേരള PSC രജിസ്റ്റർ ചെയ്തവർ ഈ ഒരു കാറ്റഗറി നമ്പർ നോക്കി വെച്ചാൽ മതി. 139/2020 ആണ്. കേരള PSCയുടെ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതുവരെയും കേരള PSC രജിസ്റ്റർ ചെയ്യാത്തവർ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ ഇടാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് ആ ഒരു ലിങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക്
ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക്. അപ്പോൾ ഡിസംബർ 2, 2020 അവസാന തീയതി. അപ്പോൾ ഡിസംബർ 2, 2020 മുന്നേ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ കേരള പോലീസിൽ ജോലി നേടാനുള്ള ഒരു മികച്ച അവസരമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.